Hi everyone, ഞാൻ Casac Benjali ഒരിക്കൽ കൂടി പുതിയ വീഡിയോ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ടുള്ള ഒരു ടോപ്പിക്കാണ്. മറ്റൊന്നുമല്ല, പലരും എൻ്റെ അടുത്ത് പറയാറുണ്ട്, സർ എനിക്ക് ആകെ പ്രശ്നമാണ്, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, എനിക്ക് ഒരു മനസ്സിനൊരു ഉന്മേഷം കിട്ടുന്നില്ല, ഉഷാർ കിട്ടുന്നില്ല, എനിക്ക് എന്ത് ചെയ്യുമ്പോഴും നെഗറ്റീവായിട്ടുള്ള ചിന്തയാണ് വരുന്നത്, ഒരു സമാധാനം കിട്ടും, ഞാൻ ആകെ ലോക്കായ പോലെ, ഒരു കുഴിയിൽ വീണ് കിടക്കുന്ന പോലെ, എൻ്റെ കൈകൾ തളർന്ന് കിടക്കുന്ന പോലെ, എൻ്റെ കാലുകൾ തളർന്ന പോലെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. എന്തുകൊണ്ടാണ് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തത്? ഞാൻ ആകെ നെഗറ്റീവായി പോകുന്നു, ബിസിനസ്സിൽ പരാജയപ്പെടുന്നു, റിലേഷൻഷിപ്പിൽ മൊത്തം പ്രശ്നമാണ്, എല്ലായിടത്തും പ്രശ്നമാണ്. എന്താണ് എനിക്ക് പുറത്ത് കിടക്കാനുള്ളൊരു മാർഗം? എങ്ങനെയാണ് എനിക്ക് പുറത്ത് കിടക്കാൻ കഴിയുക? പലരും ചോദിക്കുന്ന ചോദ്യമാണ് കൗൺസിലിങ്ങിന് വരുന്ന ആളുകൾ. ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കഥയാണ്. ഒരിക്കൽ ആഫ്രിക്കയിലേക്ക് സർക്കസിന് വേണ്ടിയിട്ട് കുരങ്ങന്മാരെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു വേട്ടക്കാരൻ വന്നു. സർക്കസിന് വേണ്ടിയുള്ള പർപ്പസ് ജീവനോടെ അപകടം പറ്റാതെ പിടിക്കണം കുരങ്ങനെ. അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നാളികേരമില്ല, നാളികേരത്തിൻ്റെ മുകൾ ഭാഗം ചെറിയൊരു ഒരു തുളയിട്ടിട്ട് ഒരു ഓട്ടയാക്കിയതിന് ശേഷം അതിനകത്തേക്ക് നട്ട്സുകൾ ഇട്ടു. കുറച്ച് കുരങ്ങന്മാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നട്ട്സുകൾ ഇട്ടതിന് ശേഷം വനത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് നിക്ഷേപിച്ചു. കുരങ്ങന്മാരെന്ത് ചെയ്തു? വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ഈ നാളികേരം കിടക്കുന്നത് കണ്ടിട്ട് കുരങ്ങന്മാർ ഓടി വന്നിട്ട് നാളികേരത്തിൻ്റെ അകത്തേക്ക് കൈയിട്ടു. നാളികേരത്തിൻ്റെ അകത്തേക്ക് കൈയിട്ട് നെറ്റ്സ് വാരി വലിച്ചെടുക്കും. പക്ഷേ നെറ്റ്സ് വാരി വലിച്ച് തിരിച്ചെടുക്കാൻ നോക്കുമ്പോൾ കൈകൾ പുറത്തെടുക്കാൻ പറ്റുന്നില്ല. ഈ കുരങ്ങന്മാർക്ക് ഒരു കണക്കിനും രക്ഷപ്പെടാൻ പറ്റുന്നില്ല. പല രീതിയിലും അവർ കൈ പുറത്തെടുക്കാൻ നോക്കുന്നതിന് കഴിയുന്നില്ല. നല്ല ഭാരമുള്ള നാളികേരം കൊണ്ട് ഈ കുരങ്ങനെ നടക്കാൻ പറ്റുന്നില്ല, മരത്തിലേക്ക് കൊത്തിപ്പിടിച്ച് കയറാൻ പറ്റുന്നില്ല, അതുപോലെ തന്നെ ചാടാൻ പറ്റുന്നില്ല. വളരെ സ്മൂത്തായിട്ടുള്ള കുരങ്ങൻ്റെ എല്ലാ ചലനങ്ങളും സ്റ്റെക്കായിപ്പോയി. കുരങ്ങനെ വേച്ച് ഈ ഭാരം തൂങ്ങിക്കൊണ്ട് രക്ഷപ്പെടാനുള്ള പല മാർഗങ്ങളും കണ്ടെത്താൻ വേണ്ടിയിട്ട് ഓടിച്ചെല്ലുകയാണ്. പക്ഷേ ഒന്നിനും കഴിയുന്നില്ല. കുരങ്ങൻ ലോക്കായ സ്ഥിതിയിലേക്ക് തളർന്ന് ഈ വേട്ടക്കാരൻ്റെ മുന്നിലേക്ക് തളർന്ന് വീഴുന്ന സ്ഥിതിയിലേക്ക് എത്തുമ്പോഴാണ് വളരെ പ്രായമുള്ളൊരു കുരങ്ങൻ്റെ അടുത്തേക്ക് ഈ കൈ കുടുങ്ങിയ കുരങ്ങൻ എത്തുന്നത്. അപ്പോൾ എനിക്ക് രക്ഷപ്പെടണം, എങ്ങനെയാണ് എനിക്ക് രക്ഷപ്പെടാൻ കഴിയുക? കുരങ്ങൻ വളരെ കരഞ്ഞുകൊണ്ട് ഈ പ്രായമുള്ള കുരങ്ങനോട് ഉപദേശം ചോദിക്കുകയാണ്. കുരങ്ങൻ പറഞ്ഞു, നിൻ്റെ രക്ഷ എന്ന് പറയുന്നത് നിൻ്റെ കയ്യിലാണ്. നീ ആ പിടിച്ചു വെച്ചിരിക്കുന്ന സാധനം, ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം അങ്ങ് വിട്ട് കളഞ്ഞാൽ മതി, നിനക്ക് നിൻ്റെ കൈ അതിൽ നിന്ന് റിലീസ് ചെയ്യാം. കുരങ്ങനെ നെറ്റ്സ് അതിനേക്ക് തന്നെ ഇട്ടു. കൈ വളരെ സ്മൂത്തായി റിലീസ് ചെയ്ത് പുറത്തെടുക്കാൻ പറ്റി. ജീവിതത്തിലേക്കാണ് തിരിച്ചു വരാൻ പറ്റിയത് കുരങ്ങൻ. ഇതൊരു പാഠമാണ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ തന്നെ ലോക്ക് ചെയ്തിരിക്കുന്നത്, നമ്മൾ തന്നെ സ്വയം സൃഷ്ടിച്ച് വെച്ചിരിക്കുന്ന ജയിലിനകത്ത് നമ്മളെ തന്നെ പിടിച്ചിട്ടിട്ട് അതിൻ്റെ ലോക്ക് ചെയ്തതിന് ശേഷം ചാവി പോക്കറ്റിലിട്ട് കീ പോക്കറ്റിലിട്ട് നമ്മൾ തന്നെ നിലവിളിക്കുകയാണ്, എൻ്റെ ജീവിതം കുടുങ്ങിപ്പോയിരിക്കുന്നു, എന്നെ രക്ഷിക്കണേ, ഞാൻ ആകെ ലോക്ക് ചെയ്തിരിക്കുന്നു, എൻ്റെ ജീവിതം ജയിലിനകത്താണ്, എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുന്നത് നിങ്ങളാണ്. നിങ്ങളെ ജയിലിനകത്തിട്ടത് നിങ്ങൾ തന്നെയാണ്. എവിടെയാണ് നിങ്ങൾ? എങ്ങനെയാണ് ജയിലിനകത്തിട്ടിരിക്കുന്നത്? മറ്റൊന്നുമല്ല, നിങ്ങളുടെ മനസ്സിനകത്ത് സൂക്ഷിച്ചിരിക്കുന്ന വെറുപ്പും വിദ്വേഷവും പകയുമാണ് നിങ്ങൾ തന്നെ നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്ന ജയിൽ. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒരുക്കിയിരിക്കുന്ന തടവറയാണ്, കല്ലറയാണ്, നിങ്ങളുടെ തന്നെ കല്ലറയാണ്, നിങ്ങളുടെ തന്നെ കൽത്തുറങ്കാണ് പകയും വെറുപ്പും വിദ്വേഷം എന്ന് പറയുന്നത്. നിങ്ങൾക്കൊരാളോട് പകയുണ്ടെങ്കിൽ, ഒരു വ്യക്തിയോട് പകയുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റ് നിങ്ങൾ പകയായിട്ട് സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മൈൻഡ് എപ്പോഴും അതിലേക്ക് തന്നെയാണ് ഫോക്കസ്ഡ് ആവുക. അതുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ തന്നെയാണ് വരിക. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മരത്തിൽ മരത്തിൽ കെട്ടിയിരിക്കുന്ന കയറ് നിങ്ങളുടെ കാലിൽ കെട്ടിയിട്ടതുപോലെയാണ്. നിങ്ങൾ എത്ര ദൂരത്തേക്ക് പറക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും നിങ്ങൾ അതിലേക്ക് തന്നെയാണ് തിരിച്ചു പോവുക. അവിടെ കണക്ഷൻ അവിടെയാണ്, കെട്ടിയിട്ടിരിക്കുന്നത് അവിടെയാണ്, നിങ്ങളുടെ കാലിലാണ്. കാരണം നിങ്ങളുടെ ഓർമ്മകൾ, നിങ്ങളുടെ ചിന്തകൾ അതിലേക്ക് തന്നെയാണ് കണക്റ്റ് ആവുക. നിങ്ങൾ തന്നെ സ്വയം സൃഷ്ടിച്ച ജയിലിനകത്ത് കിടന്ന് നിങ്ങൾ പെടയും, നിങ്ങൾ നിലവിളിക്കേണ്ടി വരും. എങ്ങനെയാണ് ഇതിൽ നിന്ന് പുറത്ത് കിടക്കാൻ കഴിയുക? മറ്റൊന്നുമല്ല, Give forgiveness and release yourself and strengthen your wings to fly to the heights. Give forgiveness. പുറത്തു കൊടുക്കുക. നിങ്ങൾ ഒരു വ്യക്തിയോട് സൂക്ഷിക്കുന്ന വെറുപ്പ്, വിദ്വേഷം, പക, ഇത് ലോകത്ത് ഒരേ ഒരാളെ മാത്രമേ നശിപ്പിക്കുള്ളൂ, നിങ്ങളെ മാത്രം.
നിങ്ങൾ ആരോടെങ്കിലും കീപ്പ് ചെയ്യുന്ന പക എന്ന് പറയുന്നത് ലോകത്ത് ഒരേ ഒരാളെ മാത്രമേ ദ്രവിപ്പിക്കുകയുള്ളൂ, അത് നിങ്ങളെ മാത്രമാണ്. സിനിമയുടെ ടാഗ് ലൈൻ കേൾക്കാൻ നല്ല രസമാണ്, പക അത് വീട്ടാനുള്ളതാണ്. അത് സിനിമയുടെ ടാഗ് ലൈനിൽ കേൾക്കാൻ മാത്രമേ ഭംഗിയുള്ളൂ. വ്യക്തിയുടെ ലൈഫിലേക്ക് വരുമ്പോൾ ഒരു പകയും അയാളെ നന്നാക്കില്ല, ഒരു പകയും അയാളെ ഉള്ളിൽ സൂക്ഷിക്കുന്ന ഒരു പകയും അയാളെ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകില്ല. മറിച്ച് എവിടെയെങ്കിലും കെട്ടിയിട്ട പശുവിനെ പോലെ തന്നെ ആ പകയിൽ ചുറ്റും കിടന്ന് ഓടിയിട്ട് നിങ്ങളുടെ ജീവിതം അവസാനിക്കുകയുള്ളൂ. റിലീസ് യുവർ സെൽഫ്, ഗിവ് ഫോർഗിവ്നെസ്. പുറത്തു കൊടുക്കുക എന്ന് വാക്കുകൊണ്ട് പുറത്തു കൊടുത്താൽ പോരാ. പലരും പറയാറുണ്ട്, ഞാൻ പുള്ളിക്ക് പുറത്തു കൊടുത്തിട്ടുണ്ട് എന്ന് പറയും, ഞാൻ നിന്നോട് പുറത്തിരിക്കുന്നു എന്ന് പറയും. എന്നിട്ട് എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് വന്നു കഴിഞ്ഞാൽ പറയും, ഇല്ലടാ ഞാൻ നിനക്ക് പുറത്ത് തന്നിട്ടില്ല, ഞാനത് ഇപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട്, അന്ന് നീ എന്നോട് ചെയ്തില്ലേ, ഞാൻ വെറുതെ പറഞ്ഞാൽ നിനക്ക് പുറത്ത് തന്നിട്ടുള്ളത്, ഞാൻ ശരിക്കും പുറത്തിട്ടില്ല, എൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്. നമ്മൾ പലരും പറയാറില്ലേ, കേൾക്കാറില്ലേ? വാക്കുകൊണ്ടല്ല പുറത്ത് കൊടുക്കേണ്ടത്, ഉള്ളിൽ നിന്നത് പോകണം. അതിന് കൃത്യമായ എക്സസൈസും ഉണ്ട്. നിങ്ങളിപ്പോൾ കഴിയുമെങ്കിൽ ഉറങ്ങുന്നതിന് മുൻപ് കണ്ണടച്ചിരുന്നിട്ട് ആ ഇൻസിഡൻറ്റിലേക്ക് തന്നെ അതിനെ മെമ്മറൈസ് ചെയ്തിട്ട് ആ ഇൻസിഡൻറ്റിലേക്ക് ഇമോഷണലി ഇൻവോൾവ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു മൊമെൻറ്റിൽ നിങ്ങൾ പുറത്തു കൊടുത്ത് ശീലിക്കണം. എന്നിട്ട് അതിനെ മനസ്സിൽ നിന്ന് എടുത്ത് കളയുന്നതായിട്ട് ഇമാജിൻ ചെയ്യുന്ന എക്സസൈസുകൾ ചെയ്യുക. ഫോർഗിവ്നെസ് തെറാപ്പികൾ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളതിനെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് കളയണം. അത് നിങ്ങളെ ശക്തിപ്പെടുത്തും. നിങ്ങളെ തന്നെ അൺലോക്ക് ചെയ്യുകയാണ്. നിങ്ങൾ അൺലോക്ക് ചെയ്ത് നിങ്ങളുടെ കൈകളെ, നിങ്ങളുടെ മനസ്സിനെ, നിങ്ങളുടെ ശരീരത്തെ നിങ്ങളെ ജയിലിൽ നിന്ന് ഫ്രീ ആക്കുന്നത് പോലെയാണ്. നിങ്ങളുടെ ചിറകുകൾക്ക് ശക്തി വർദ്ധിപ്പിക്കുന്നത് പോലെയാണ്. നിങ്ങളെ തന്നെ കെട്ടിയിട്ടിരിക്കുന്ന കയറുകളെ നിങ്ങൾ മോചിപ്പിച്ച് അതിനെ അഴിച്ചെടുത്ത് അതിനെ പൊട്ടിച്ച് കളഞ്ഞ് നിങ്ങളുടെ സാധ്യതകളുടെ വിഹായസിലേക്ക് പറക്കുന്നത് പോലെയാണ് ഫോർഗിവ്നെസ്. ഫോർഗിവ്നെസ് എന്ന് പറയുന്നത് മറ്റുള്ളവരോട് ചെയ്യുന്ന നന്മയല്ല, നിങ്ങളോട് ചെയ്യുന്ന നന്മയാണ്. നിങ്ങൾക്ക് നിങ്ങൾ കൊടുക്കുന്ന ഏറ്റവും വലിയ റിവാർഡാണ് ഫോർഗിവ്നെസ്. ഗിവ് ഫോർഗിവ്നെസ്. ഒരാളോട് നിങ്ങൾ വെറുപ്പ് സൂക്ഷിക്കാതിരിക്കുക. പ്യൂരിഫൈ യുവർ സെൽഫ്. വിഷം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പാത്രം വിഷപാത്രം എന്നാണ് പറയുക. അഴുക്ക് സൂക്ഷിക്കുന്ന വേസ്റ്റ് ബോക്സിനെ നമ്മൾ വിളിക്കുന്നത് അഴുക്ക് പാത്രം എന്നാണ്. നിങ്ങളുടെ മനസ്സിനകത്ത് പകയും വെറുപ്പും വിദ്വേഷവും പോലുള്ള വേസ്റ്റുകൾ, വിഷങ്ങൾ, അഴുക്കുകളാണെങ്കിൽ മനസ്സ് അഴുക്ക് പാത്രമാണ്. താങ്ക് യു സോ മച്ച്. അഴുക്ക് പാത്രമാകാതിരിക്കുക. എല്ലാവിധ ആശംസകളും.